يا رسول الله مدينة
قولوا تكبير نعرہ رسالت മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീർ അല്ലാഹുവിന്റെ മദദും നസറും നദറുമുള്ള നല്ല മജ്ലിസായി സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂലാക്കണേ അല്ലാഹ് യാ റസൂലല്ലാഹ് حبيب الله يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا رسول الله يا حبيب الله നല്ല റാഹത്തോടെ ഉറക്കെ യാ റസൂലല്ലാഹ് എന്ന മഹാന്മാരെ പൊട്ടിക്കരഞ്ഞ് പാതിരാത്രി വിളിച്ചതുപോലെ ഒരല്പസമയം നല്ല മനസ്സോടെ നല്ല മഹബത്തോടെ നല്ല ആവേശത്തോടെ എന്റെ ഹബീബി എന്റെ ഖരീബ് കാണണം ആ തിരുനോട്ടം എനിക്ക് ലഭിക്കണമെന്ന് നല്ല നിയത്തോടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉറക്ക ചെറുപ്പക്കാരൊക്കെ മക്കളൊക്കെ നല്ല ആവേശത്തിൽ യാ റസൂലല്ലാഹ് തുടങ്ങി യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് ആ മുത്തായ തങ്ങൾക്ക് വേണ്ടി ചങ്ക് പൊട്ടി വിളിച്ചാൽ ഒരിക്കലും അത് വിടുകയില്ല മുഅ്മിനീങ്ങളെ അല്ലാഹു അവിടുന്ന് കാണും ആ മുത്തായ തങ്ങളാണ് ഖബറിൽ വരാനുള്ള നേതാവ് അവിടുന്ന് അങ്ങോട്ട് മഹ്ശറിൽ നമുക്ക് ശഫാഅത്തിനുള്ള നേതാവാണ് അതുകൊണ്ട് ഇവിടെ ചൊല്ലുമ്പോൾ നല്ല ആവേശത്തോടെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ അതിലൂടെ ആ മഹബത്ത് ആ തിരുനോട്ടം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് യാ റസൂലല്ലാഹ്
തങ്ങൾ മദീനയിൽ കണ്ട് സന്തോഷിക്കുന്ന നല്ല മജ്‌ലിസായി സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് എന്നും പറയാറുള്ളതാണ്, മംഗലാപുരത്തെ കർണാടകയിലെ മക്കളെ മഹബത്തും അവിടുത്തെ ആവേശവും അൽഹംദുലില്ലാഹ് നല്ല ആവേശമുള്ള ജനങ്ങളാണ്. നിഷ്കളങ്കരായ മുത്തുനബി അങ്ങേയറ്റം വല്ലാതെ ഇഷ്ടവെക്കുന്ന നല്ല ജനങ്ങളാണ് മംഗലാപുരത്തുള്ള കർണാടകയിലുള്ള ഈ മക്കൾ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന നല്ല യഥാർത്ഥ ആശുദ്ധങ്ങളിൽ അല്ലാഹുവേ സാധുക്കളായ ഇവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ ഒരു ഏരിയ വെറുതെയും മധുരകൾ കുറവായിരിക്കും അല്ലേ? സിനാൻ ഉസ്താദിനോട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് നല്ല റാഹത്തുള്ള ഒരു മജ്‌ലിസ്. അങ്ങനെയാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടുന്ന മജ്‌ലിസുകളിൽ അൽഹംദുലില്ലാഹ് വലിയ ബറക്കത്തുണ്ട്. പ്രത്യേകിച്ച് ഈ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് നാം ഈ റബീഉൽ അവ്വലിൽ സംഗമിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരു ഹദീസ് മൗലിദെങ്കിലും നമ്മുടെ വീടുകളിൽ ചൊല്ലുമ്പോൾ അടങ്ങാത്ത ഇസ്തിഗ്ഫാർ വലിയ കാരണമാകും. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ 40 ദിവസമെങ്കിലും നല്ല റാഹത്തോടെ ഒരു ഹദീസെങ്കിലും വീടുകളിൽ മൗലിദുകൾ ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹബ്ബത്ത് പല രൂപത്തിലാണെങ്കിലും അക്സറുഹും അലൈഹി സ്വലാത്തു സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നാളെ പരലോകത്ത് എന്നിലേക്ക് ഏറ്റവും അടുത്തവർ അക്സറുഹും അലൈഹി സ്വലാത്ത് ധാരാളം സ്വലാത്ത് ചൊല്ലിയവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ആർത്തത്തിൽ നല്ല സ്വലാത്ത് ചൊല്ലി നല്ല മുത്തുനബിയുടെ മദ്ഹുകൾ പാടി അവിടുത്തെ അവദാനങ്ങൾ പ്രകടിപ്പിച്ച് അവിടുത്തെ പേരിൽ മദ്ഹിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ച് നല്ല ഒരു മദ്ഹിലായി മഹബ്ബത്തിലായി മദീനയിലെത്തി ആ മണ്ണിൽ നിന്ന് കണ്ണടയാൻ അവിടുത്തെ ദീനങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ദീനങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തായ തങ്ങൾ അവിടുന്ന് മഹ്ശറയിൽ വെച്ച് ഒരൊറ്റ വിളിയാടമാണ് മുത്താഹി ത്വഹ ലാഹിഖാ. മുത്തിന്റെ മദ്ഹ് പാടിയവർ, മുത്തിന്റെ മദ്ഹുകൾ സംഘടിപ്പിച്ചവർ, ആ മുത്തിന് വേണ്ടി തോരണം കെട്ടിയവർ, ലൈറ്റിട്ടവർ, ആ മുത്തിന് വേണ്ടി ആ ജന്മദിനത്തിന് വേണ്ടി എന്തെല്ലാം രൂപത്തിൽ അവിടുത്തെ സ്നേഹിച്ചവരുണ്ടോ മുത്താഹി ത്വഹ ലാഹിഖാ, അവരെല്ലാം മുത്തായ തങ്ങളിലേക്ക് ചേരുവീ എന്ന വിളിയാളം വരുമ്പോൾ അല്ലാഹുവേ, മംഗലാപുരത്തുള്ള അല്ലാഹുവേ, ഈ ഉൾഗ്രാമത്തിലുള്ള ഈ നല്ലവരായ നല്ല മനസ്സിന്റെ ഉടമകളായ അല്ലാഹുവേ, ഈ നല്ല മുഹബ്ബീങ്ങളെയും അക്കൂട്ടത്തിൽ നീ കൊടുത്തണേ അല്ലാഹ്. ഈ മഹബ്ബത്തുകളെല്ലാം ഈ സ്നേഹങ്ങളെല്ലാം മദീനയിലെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ കണ്ട് സന്തോഷിക്കുമാർ അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. അപ്പമാരൊക്കെ നല്ല ആവേശത്തിൽ മാഷാ അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ ഈ നാടിന്റെ പ്രത്യേകത എങ്ങനെയാണ്? കുട്ടികളെക്കാൾ ആവേശം ഉപ്പമാർക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കൊക്കെ ആയിരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. കുറഞ്ഞ സമയം നമ്മളിവിടെ പാടുമ്പോൾ നിങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം മർഹബ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി നമുക്ക് ഒന്നിച്ച് നല്ല റാഹത്തോടുകൂടെ ഉറുദുദാഖും ചൊല്ലി മഹാന്മാരെ വിളിച്ച് അവസാനിപ്പിക്കണം. അതിലൂടെ ഈ മജ്‌ലിസ് കഴിയുമ്പോഴേക്ക് നമ്മുടെ വിഷമങ്ങൾ രോഗങ്ങൾക്ക് ഈ മജ്‌ലിസ് കൊണ്ട് വലിയ പരിഹാരം കിട്ടണം. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊപ്പം ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.
يا سيدي ارحم لنا 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 يا سيدي مالك يوم الدين إياك نعبد وإياك صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم. صدق الله المولى العظيم. فقال رسول الله صلى الله عليه وسلم من اتبع سنتي فقد أحبني ومن أحبني كان معي في الجنة. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ആദരവും സ്നേഹവും നിറഞ്ഞ ജമാഅത്തിന്റെ നേതാക്കൾ, കാടൂർ കൊപ്ര നിവാസികൾ, നമ്മുടെ വേദിയുടെ പരഭാഗത്തിരിക്കുന്ന ഉമ്മപ്പെന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സമയത്ത് അവസാനമായിട്ടും
എല്ലാ നബിമാരുടെ നേതാവായിട്ടും അല്ലാഹു തആല ഈ ലോകത്തേക്ക് അയച്ചത് ശഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആ തങ്ങളോടൊപ്പം നടക്കുന്ന ഒരു നേതാവ്, ഒരു നബിയും ഒരു സൃഷ്ടിയും ഈ ലോകത്തിൽ വന്നിട്ടുള്ള എന്നത് യാഥാർത്ഥ്യമാണ്. ഈ ഞങ്ങളുടെ ഏത് മേഖലയെടുത്ത് നോക്കിയാലും നമുക്ക് അവിടെ മാതൃകയുണ്ട്. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായിട്ടും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തുകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഹബീബായ തങ്ങളെ സ്നേഹിച്ചവരാണ്. ഹബീബായ തങ്ങളെ നിങ്ങൾ യഥാർത്ഥമായ നിലയിൽ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗം നേടാൻ കഴിയും. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോട് പഠിപ്പിക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് വെച്ച് ആ നബി തങ്ങളുടെ 1500ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്ക് സന്തോഷിക്കാം. നാം ഭാഗ്യവാന്മാരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വലിയ ഒരു ബുർദാ മജ്‌ലിസ് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ ഈശ്വരനൈറ്റ് പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. കാരണം നബി തങ്ങളോടുള്ള മഹബ്ബത്ത് ആത്മൂർ ജമാഅത്തിലുള്ള നമ്മുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ഇത് സാധിപ്പിച്ചു തന്നു. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് പിന്നാലെ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഈദ് കമ്മിറ്റിയും ജമാഅത്ത് കമ്മിറ്റിയും അതിന്റെ ഭാരവാഹികളും പ്രസിഡന്റും സെക്രട്ടറിയും അതിന്റെ മറ്റു ആളുകളും അതുപോലെ ഇതിന്റെ പിന്നാലെ അധ്വാനിച്ച നമ്മുടെ യുവാക്കൾ ഇതിനു വേണ്ടി 10 രൂപയും 100 രൂപയും 500 1000 രൂപയും ഈ പരിപാടിക്ക് വേണ്ടി സംഭാവന ചെയ്തവർ അല്ലാഹു തആല എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആരുമില്ലാത്ത ആഖിറത്തിൽ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ ശഫാഅത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ തങ്ങളോടൊപ്പം താമസിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ തങ്ങളുടെ പേരിൽ നടത്തുന്ന ഈ ബുർദ മജ്‌ലിസ്, ഈ ബുർദ എന്നുള്ളത് അത് ചില്ലറ മദ്ഹ് മാത്രമല്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു 160ഓളം ആയത്തുള്ള വരികളുള്ള ഈ ബുർദ ബൈത്ത് അവിടുന്ന് സംഘടിപ്പിച്ചത് ഫാരിജ് എന്ന രോഗം ഇമാം ബൂസൂരി തങ്ങൾക്ക് പിടിച്ച സമയത്താണ്. തളർവാദം പിടിച്ച് സുഖമില്ലാതെ കിടക്കുന്ന ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഡോക്ടറുകളൊക്കെ കൈവിട്ട സമയത്ത് അവിടുന്ന് ഇമാം ബൂസൂരി തങ്ങൾ നേർച്ച ചെയ്യുന്നു, ഞാൻ എന്റെ ഹബീബായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് എഴുതാമെന്ന് നേർച്ച ചെയ്യുന്നു. ഈ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. അങ്ങനെ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ബുർദ എഴുതാൻ തുടങ്ങി. ആ ബുർദയുടെ ഒരു വരിയാണ് ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. അങ്ങനെ ഈ വരി തുടങ്ങിയപ്പോൾ ഇതിന്റെ അപ്പുറത്തെ വരി എഴുതാൻ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു കിട്ടുന്നില്ല. അങ്ങനെ ഈ വരി ചിന്തിച്ചുകൊണ്ട് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങിയ സമയത്ത് ഹബീബായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, ആ വരിയുടെ അപ്പുറത്തെ വരി വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കാന്തൂർ കൊപ്പൻ മണ്ണിൽ നാം നടത്തിയ ഈ ബുർദ മജ്‌ലിസ് അതിന്റെ ഒരു വരി ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വരിയാണ്. മാത്രമല്ല സ്വപ്നത്തിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം വന്ന് തന്റെ ശർവാകപ്പെട്ട കൈ കൊണ്ട് തടവി കൊടുക്കുന്നു. ആ കൈ കൊണ്ട് തടവിയ സമയത്ത് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് പിടിച്ചിരുന്ന ആ രോഗം, ഫാലിജ് തളർവാദം എന്ന രോഗം
അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുന്നു. അത്രയുമുള്ള മഹത്വമുള്ള ബൈത്താണ് ബുർദ മജ്ലിസ്. ബഹുമാനപ്പെട്ട ഹാസിം കാമിൽ സഖാഫി ഉസ്താദ് അവിടുത്തെ നേതൃത്വത്തിലുള്ള ടീം നമുക്ക് ഇവിടെ പാടിത്തരുമ്പോൾ നാമും കൂടെ പാടേണ്ടതുണ്ട്. ബുർദയുടെ വരികൾ അറിയാത്തവർ അതിന്റെ ജവാബായ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈർ ലിൽ ഖൽഖി കുല്ലിഹിം എന്ന ബൈത്തുകൾ പാടി കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ബുർദയുടെ തുടക്കം മുതൽ അവസാനം വരെ ഈ മജ്ലിസിൽ അകബോടി മജ്ലിസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പലതാകാം, കുടുംബത്തിലുള്ള ആർക്കും രോഗങ്ങളുണ്ടാകാം. ശിഫയാകണമെന്ന് മനസ്സിൽ കരുതി നല്ല നിയ്യത്ത് വെച്ച് മജ്ലിസിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രോഗങ്ങളൊക്കെ ശിഫയാക്കി തരും. ഇതിൽ യാതൊരു സംശയിക്കേണ്ട ആവശ്യമില്ല. ആ നിലക്ക് നമുക്ക് അല്ലാഹു ഈ മജ്ലിസ് ആക്കി തരുമാറാകട്ടെ. കേവലം നബി തങ്ങളുടെ മദ്ഹ് പറയൽ അതൊരു സദസ്സ് മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചത് ദിക്റുൽ അംബിയാ ഇബാദ, നബിമാരുടെ മദ്ഹ് പറയൽ, അവരെ സ്മരിക്കൽ, അവരുടെ പേരുള്ള മൗലിദുകൾ സംഘടിപ്പിക്കൽ, അവരുടെ പേരുള്ള മദ്ഹുകൾ സംഘടിപ്പിക്കൽ ഇബാദത്തിൽ അതൊരു ഇബാദത്താണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്താണ്. മാത്രമല്ല വദിക്റു സ്വാലിഹീന കഫാറ, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ഔലിയാക്കൾ ഖാജ മുഈനുദ്ദീൻ തങ്ങൾ റളിയല്ലാഹു അൻഹു മഹത്തുക്കൾ ഔലിയാക്കളെ മദ്ഹുകൾ പറയൽ, അവരെ പാടി പുകഴ്ത്തൽ അത് കഫാറത്തുൻ, നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുപോയി ചെറുതും വലുതുമായ എല്ലാ നിലക്കുള്ള രോഗങ്ങൾക്കുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ്. അല്ലാഹു നമ്മുടെ എല്ലാ നിലക്കുള്ള ദോഷങ്ങൾ ഈ മജ്ലിസിന്റെ കാരണം കൊണ്ട് അവിടുന്ന് അഫ്വ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ പരിപാടി നമുക്ക് നേതൃത്വം നൽകുന്നത് ഹാസിം കാമിൽ സഖാഫി ഉസ്താദ്, അതുപോലെ യാസീൻ ഹാഷിം ഉസ്താദ്, അൻസാർ മുസ്ലിമി, അതുപോലെ മുഹ്സിൻ പള്ളിക്കൽ, അതുപോലെ ഹംസ കുട്ടി മണ്ണാർക്കാട് എന്ന നിരവധി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുർദ കൊണ്ട് ഒരുപാട് വേദികൾ ധന്യമാക്കിയ നേതാക്കളാണ് നമുക്ക് ഇവിടെ ബുർദ പാടിത്തരുന്നത്. ആ സമയത്തൊക്കെയും അതിന്റെ പിന്നാലെ നല്ല നിലക്ക് അതിനു വേണ്ട രീതിയിൽ ബഹുമാനങ്ങളും ആദരവുകളും നടത്തി നാം ഈ ബുർദ മജ്ലിസിൽ പങ്കെടുത്ത് അതിനുള്ള ബഹുമാനങ്ങളൊക്കെ ചേർത്തി നല്ല നിലക്ക് പാടിത്തരുമ്പോൾ അതിനുള്ള ജവാബ് സ്വീകരിക്കേണ്ടതുണ്ട്. ഏതാനും നിമിഷങ്ങളിൽ നമ്മുടെ ഈ ബുർദയുടെ നേതാക്കൾ നമ്മുടെ വേദിയിലെത്തി ആ പാട്ടുകൾ പാടിച്ചേരുമ്പോൾ, ബുർദ ബൈത്തുകൾ പാടിച്ചേരുമ്പോൾ, ഇടയിൽ അവിടുന്ന് ഔലിയാക്കളുടെ മദ്ഹ് പാടുമ്പോൾ അതൊക്കെ നമുക്ക് ആവേശമാകണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഇതിന് കാരണമാകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനിത്തബഅനി ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചു എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ, വമൻ അഹബ്ബനി, എന്റെ ഹബീബിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ, കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിൽ ഉണ്ടാകുമെന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ പള്ളിയിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഞാൻ ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ബാനർ ഫ്ലെക്സ് കിട്ടുമ്പോൾ ഞാനൊന്ന് കൈകൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വേദി ഒരുക്കുമ്പോൾ അതിന്റെ ബ്ലാങ്കറ്റുകൾ ഞാൻ വിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ചെയർ എടുക്കുന്ന സമയത്ത് 2 ചെയർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വേറെ പന്തലുകളും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ പിന്നാലെ ഞാൻ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ സഹകരിച്ചിരുന്നു എന്ന ഒരു സന്തോഷം മനസ്സിലുണ്ടെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൈവിടുകയില്ല എന്നുള്ള ഉറപ്പാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള അങ്ങേറ്റം മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ കടന്നു വരണം. ഇസ്ലാമിന്റെ പ്രാരംഭ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തുലാസിലിട്ടാൽ ലോകത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാൻ മറ്റൊരു തുലാസിലിട്ട് തൂക്കുകയാണെങ്കിൽ കൂടുതൽ ഭാരമുള്ളത്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈമാനാണ്. അതിനുള്ള കാരണം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം, ആ മഹബ്ബത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ അത്രയും ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞാലും ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരു ദിവസം ശത്രുക്കളുടെ ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന ശത്രു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കുകയാണ്. അങ്ങനെ മർദ്ദിച്ച് വേദന സഹിക്കാതെ അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണ സമയത്ത് ബനൂ തൈം ഗോത്രക്കാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉയർത്തിക്കൊണ്ട് വീട്ടിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ശുശ്രൂഷിച്ച് അവസാനം ബോധം തെളിഞ്ഞ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയെന്നാണ്. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ പറഞ്ഞു, നബി തങ്ങളെ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. നിങ്ങൾ വേദന സഹിക്കാതെ ബോധം കെട്ട് വീണ വ്യക്തിയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ഹബീബിനെ കാണാതെ, എന്റെ ഹബീബിനെ ഒരു നോക്ക് നോക്കാതെ എന്റെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള അങ്ങേയറ്റം മുഹബ്ബത്ത് നമുക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള സ്നേഹം, നബി തങ്ങളോടുള്ള മുഹബ്ബത്ത് ആ നിലക്കായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, മുഹബ്ബത്ത് കൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ നമ്മുടെ കൂടെ ആരുണ്ടെങ്കിലും നാളെ ഖബറിൽ കിടക്കുന്ന സമയത്ത് ഒരു വ്യക്തിയും അവിടേക്ക് വരാത്ത സമയം, ഒരു വ്യക്തിയും നമ്മെ കാണാത്ത സമയം, ആ സമയത്ത് നമുക്ക് വേണ്ടി രക്ഷപ്പെടാൻ അവിടെ ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണിക്കപ്പെടും. ഖബറിൽ ആരുമില്ലാത്ത സമയത്ത് ഒരു വ്യക്തിയുടെ ഫോട്ടോ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. എന്നിട്ട് ചോദിക്കും, ഈ ഒരു വ്യക്തിയെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും. ഖബറിൽ മലക്കുകൾ വന്ന് ഒരു ഫോട്ടോ കാണിച്ച് ഈ വ്യക്തിയെ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ച സമയത്ത് ആ ഫോട്ടോയിലുള്ള വ്യക്തിയുടെ പേര് പറയാൻ, എന്റെ മുത്തായ ശഫീആയ തങ്ങളാണെന്ന് തിരിച്ച് ആ മലക്കുകളോട് പറയാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് പല തിരക്കുകളും നമുക്കുണ്ടാകാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് ഉണ്ടാക്കാൻ, ആ നബി തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ നിലക്കുണ്ടെങ്കിൽ നാളെ നമുക്ക് രക്ഷപ്പെടാം. ആഖിറത്തിൽ എത്തിയ സമയത്ത് സ്വന്തം ഉപ്പാക്ക് മകനെ വേണ്ട, സ്വന്തം ഉമ്മാക്ക് മകനെ വേണ്ട, ജ്യേഷ്ഠൻ അച്ഛനെ കാണുന്നില്ല, ഭാര്യ ഭർത്താവിനെ കാണുന്നില്ല, കുഞ്ഞു മക്കൾക്ക് ഉമ്മാനെ വേണ്ട, ഉമ്മാക്ക് കുഞ്ഞു മക്കളെ വേണ്ട. അവിടെ എല്ലാവരും പറയുന്നത് നഫ്സി നഫ്സി, എന്റെ ഹിസാബ് എന്തായി, എന്റെ കിതാബിൽ എന്താണുള്ളത്, ഞാൻ ജീവിതത്തിൽ ചെയ്തു വെച്ച തെറ്റുകളും കുറ്റങ്ങളും രേഖപ്പെടുത്തി വെച്ച എന്റെ കിതാബിന്റെ അവസ്ഥ എന്താണ്, എനിക്ക് വലത് കയ്യിൽ കിട്ടുമോ ഇടത് കയ്യിൽ കിട്ടുമോ ഒന്നും അറിയില്ല. എല്ലാവരും നഫ്സി 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 എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ ഏകൈക വഴിയുള്ളത് ഹബീബായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. നമുക്ക് സന്തോഷിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് അവിടുത്തെ 1500ാമത്തെ ജന്മദിനം വരുമ്പോൾ നമ്മുടെ പള്ളിയിൽ മജ്‌ലിസ് നടത്തിയിട്ടുണ്ട്. അതിലേക്ക് വേണ്ടുന്ന ഒരു ടീം അങ്ങകളെ കേരളത്തിൽ നാം കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട ചെലവുകൾ നമ്മുടെ ജമാഅത്തിൽപ്പെട്ട എല്ലാവരും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 രൂപ കൊടുത്താലും 500 കൊടുത്തവരും 1000 കൊടുത്തവരും 2000 കൊടുത്തവരും 10000 കൊടുത്തവരും എല്ലാവർക്കും സന്തോഷിക്കാം. കാരണം ഇതൊക്കെയും ചെലവഴിച്ചത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്. ഇതൊക്കെയും ചെലവഴിച്ചത്, ഇവിടെ ഒരു ലൈറ്റ് ഇട്ടത്, അല്ലെങ്കിൽ ഫ്ലക്സ് ഇട്ടത്, ഇവിടെ മറ്റേ ഷാമിയാൻ ഇട്ടത്, ഇവിടെ ചെയർ വെച്ചത്, ഇതൊക്കെയും എന്റെ ജന്മദിനത്തിന് വേണ്ടിയല്ല,
നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയല്ല, മറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് വേണ്ടിയാണ്. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നബിയുടെ മദ്ഹുകൾ പാടാൻ നമുക്ക് ഖാസിം കാമിൽ സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ടീം നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട പിതാക്കന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل من مثل ثواب ما قرأناه من القرآن العظيم وقبولا منا إلى حضرة نبينا وشفينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والشهداء والصديقين والصالحين وإلى حضرات سائر الصحابة كلهم أجمعين وإلى حضرات من ماتوا منا كلهم أجمعين. اللهم بارك لنا في كل أمورنا خصوصا في مجلسنا هذا بركة تامة كما باركت ورحمت على عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. يا سيدي ارحم لنا
ഉമ്മ മകനെ കണ്ടാലോടും മഹ്ശറിൽ യാ നഫ്സി യാ നഫ്സി ആ ദിനം ഉമ്മ മകനെ കണ്ടാലോടും മഹ്ശറിൽ യാ നഫ്സി യാ നഫ്സി ആ ദിനം ഉറ്റ സഖിയവളും മധുരം നാളിലെ തേടിടും ഓരാളതെന്നെ യാ നബി തേടിടും ഓരാളതെന്നെ യാ നബി സലാം അലൈക യാ റസൂൽ സ്വലവാത്തുല്ലാഹി അലൈക യാ ഹബീബ് യാ നബി സലാം അലൈക യാ റസൂൽ സ്വലവാത്തുല്ലാഹി അലൈക യാ ഹബീബ് മർഹബാ യാ നൂർ ഐനി യാ റസൂൽ മർഹബാ ജദ്ദൽ ഹുസൈനി യാ റസൂൽ മർഹബാ യാ ഖൈറ ദാഇ യാ റസൂൽ മർഹബാ അഹ്ലാ വസഹ്ലാ യാ റസൂൽ ഉമ്മ മകനെ കണ്ടാലോടും മഹ്ശറിൽ യാ നഫ്സി യാ നഫ്സി ആ ദിനം ഉമ്മ മകനെ കണ്ടാലോടും മഹ്ശറിൽ യാ നഫ്സി യാ നഫ്സി ആ ദിനം യാ നബി സലാം അലൈക യാ റസൂൽ സ്വലവാത്തുല്ലാഹി അലൈക യാ ഹബീബ് യാ നബി സലാം അലൈക യാ റസൂൽ സ്വലവാത്തുല്ലാഹി അലൈക യാ ഹബീബ് സ്വലവാത്തുല്ലാഹി അലൈക യാ ഹബീബ് അബ്ദുക المسكين يرجو يا رسول فضلك الجم الغفير يا رسول